നിറയെ ഉള്ളുള്ള നീണ്ട ഇടതൂർന്ന മുടിയുള്ളവരെ കണ്ടാൽ നമ്മളെല്ലാം അറിയാതെ നോക്കി നിന്ന് പോവല്ലേ. ശരിക്കും പറഞ്ഞാൽ മലയാളി സ്ത്രീകളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ നീണ്ട ഇടതൂർന്ന മുടി ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും നല്ല കട്ടിയുള്ള നീണ്ട ഇടതൂർന്ന് കറുത്ത കളറുള്ള നല്ല സോഫ്റ്റ് സിൽക്കി ഷൈനിയൊക്കെ ആയിട്ടുള്ള മുടിയാണ് ആഗ്രഹം, ഒരു സംശയവും. പക്ഷെ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ സമയക്രമം മൂലം മുടിക്ക് അവ അർഹിക്കുന്ന പരിചരണം കൊടുക്കാൻ നമ്മൾ പലർക്കും കഴിയാറില്ല. ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ പ്രസക്തമായൊരു ചോദ്യമാണ്, നമ്മുടെ ജോലി തിരക്കിൻ്റെ ഇടയിൽ അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെ ആരോഗ്യകരമായിട്ട് മുടിയുടെ വളർച്ച ഉറപ്പാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നത്. എന്നാൽ നിങ്ങളിനി വിഷമിക്കേണ്ട, വളരെ ലളിതമായ ചേരുവകൾ, അതും വീട്ടിൽ കിട്ടുന്നത് തന്നെ ഉപയോഗിച്ച് മുടിയുടെ വളർച്ച മെച്ചപ്പെടുത്താനും മുടി നല്ല സോഫ്റ്റ് സിൽക്കി ഷൈനിയായി കിടക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഹെയർ ജെല്ലിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ. മുടി നന്നായിട്ട് വളരാൻ നമ്മളെപ്പോഴും പ്രകൃതിദത്തമായ വഴികൾ പരീക്ഷിക്കുന്നതാണ് ഏറെ നല്ലത്. ഈ ഹെയർ ജെല്ലിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ജെല്ല് തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുള്ളവയാണ്. ഇതിലെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ മുടിക്ക് മോയ്സ്ചറൊക്കെ കൊടുത്ത് നല്ല തിളക്കം നൽകാനും സ്കാൽപ്പൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനും അതേപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി വളർച്ച കൂട്ടാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഈ അലോവേര ആൻഡ് ജെൽ എന്ന് പറയുന്നത്. പണ്ട് കാലം തൊട്ടേ കറിവേപ്പിലയിട്ട് കാശി എണ്ണ മുടിയിൽ പുരട്ടാൻ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും പറയാറില്ലേ. അതൊന്നും വെറുതെ അല്ല. ഈ കറിവേപ്പിലയിൽ ഒരുപാട് വിറ്റമിൻസും മിനറൽസും മറ്റ് പോഷകങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യും. അതുകൂടാതെ കറിവേപ്പിലയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. ഇതും നമ്മുടെ മുടിക്ക് നല്ല ഗുണകരമാണ്. ഈ ജെല്ല് തയ്യാറാക്കുന്നതിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡാണ്. മലയാളത്തിൽ ഇതിനെ ചെറുചെണ വിത്ത് എന്ന് പറയും. ഇതിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല കരുത്തോടെ വളരാനായിട്ട് സഹായിക്കും. നമ്മുടെ സ്കാൽപ്പിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് മുടിയും മുടിവേരുകളും ഒക്കെ നശിച്ചു പോകാതെ സംരക്ഷിക്കും. അതുമാത്രമല്ല, ഈ നര തടയാനായിട്ട് വൈറ്റമിൻ ഇ ഏറെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ഫ്ലാക്സീഡിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ മുടിക്കൊരു നാച്ചുറൽ കണ്ടീഷണറിൻ്റെ ഗുണം കൊടുക്കാറുണ്ട്. അടുത്ത് നമ്മളിതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് കരിഞ്ജീരകം. ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത് മുടിക്ക് നല്ല നിറം കൊടുക്കാനും അതുപോലെ മുടി നല്ല ഷൈനി ആയിട്ട് കിടക്കാനും മുടിയുടെ ഉള്ളു കുറയുന്നതൊക്കെ തടുക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് കറുത്ത എള്ള്. ഇതിൽ ഒമേഗ 3 ഒമേഗ 6 ഫാറ്റി ആസിഡൊക്കെ നല്ല ഹൈ റേറ്റിലുള്ളതിനാൽ തന്നെ ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നു. അതുപോലെ മുടിക്ക് നല്ല മോയ്സ്ചറൈസേഷൻ കൊടുക്കുന്നു. നമ്മുടെ മുടിക്ക് തിളക്കവും ഒരു സ്പ്ലിറ്റ് എൻഡ്സൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കറുത്ത എള്ള്. അടുത്ത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റാണ് ഉലുവ. ഇതിൽ പ്രോട്ടീൻസ്, വിറ്റമിൻസ്, അയൺ, പൊട്ടാസ്യം ഇതെല്ലാം ധാരാളം ഉള്ളതുകൊണ്ട് ഇത് മുടി കൊഴിച്ചിൽ നന്നായിട്ട് തടയും. അതുപോലെ താരൻ വരില്ല. അതുമാത്രമല്ല, മുടി നല്ല കരുത്തോടെ വളരാനും ഈ ഉലുവ ഒരുപാട് സഹായിക്കും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ ഒരു കറ്റാർ വാഴയുടെ ജെല്ലാണ്. ഒരു 4-5 തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അളവും കൂടി ഞാനൊന്ന് പറയാം. നമ്മൾ 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡാണ് എടുക്കുന്നത്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ വീതം, അതായത് കരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ, കറുത്ത എള്ള് 1 ടേബിൾ സ്പൂൺ, ഉലുവ 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ഈ ജെല്ല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ 2 കപ്പ്, അതായത് നമ്മൾ ചായ കുടിക്കുന്ന കപ്പിന് അത്യാവശ്യം വലിപ്പമുള്ള കപ്പിന് 2 കപ്പ് വെള്ളമാണ് എടുത്തത്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, അലോവേര, പിന്നെ നമ്മൾ എടുത്ത് വെച്ച ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വരണം. പിന്നെ ഇത് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഫ്ലാക്സീഡ് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ആ ഒരു വാട്ടറി കൺസിസ്റ്റൻസി മാറിയിട്ട് ഒരു ജെൽ കൺസിസ്റ്റൻസിയിലേക്ക് വരണം. അപ്പോഴാണ് നമുക്കിത് എടുക്കേണ്ട പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ കണ്ടോ, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് എടുക്കാം. ഇത് ഒരുപാട് കുറുകാനും നിൽക്കരുത്. അപ്പോൾ പിന്നെ നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് അരിക്കേണ്ടി വരും. അത് ചൂടോടുകൂടി തന്നെ ചെയ്യുമ്പോൾ നല്ല പാടായിരിക്കും. തണുത്ത് കഴിഞ്ഞാൽ ഈ ജെല്ല് നല്ലോണം കട്ടിയാവുകയും ചെയ്യും.
നമുക്കിത് ചൂടോടുകൂടി തന്നെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ജെൽ മാറ്റി വയ്ക്കുക. ബാക്കി കാര്യങ്ങൾ കളയേണ്ട ഒരു കാര്യവുമില്ല. ഇതുകൊണ്ട് വേറൊരു ഉപയോഗമുണ്ട്. ഇത് നമ്മുടെ മുടിക്ക് നല്ലൊരു കണ്ടീഷണറാണ്. ഈ സംഭവം എല്ലാം കൂടി മിക്സിയിലിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട, അങ്ങ് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാം. ഇതൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് കഴിയുമ്പോഴല്ലോ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട. മുടി നല്ല സിൽക്കി ആയിട്ട് നല്ല ഷൈനിങ് ആയിരിക്കും. വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ നല്ല ഈ തിളങ്ങുക എന്ന് പറയില്ലേ, അതുപോലെ വരും നമ്മുടെ മുടി. അപ്പോൾ ഇത് കളയേണ്ട. ഇതെടുത്തിട്ട് അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചോളൂ. ഈ ജെല്ല് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത ഒരു ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കാം. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 2 weeks ആണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിലല്ല ഇത് തയ്യാറാക്കിയെങ്കിൽ പുറത്ത് വെച്ചാൽ ചിലപ്പോൾ ഇത് കേടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. പിന്നെ നല്ല നീളമുള്ള മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഫുള്ള് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 ആഴ്ചത്തേക്കൊന്നും നിൽക്കില്ല, ഒരാഴ്ച കൊണ്ട് തന്നെ തീരും. ഇതിൽ നമ്മൾ യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ചേർക്കുന്നില്ല. എല്ലാം 100% നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കോ വലിയവർക്കോ ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നല്ല തണുപ്പാണ്. നമ്മളിത് ഹെയറിലിട്ട് കഴിയുമ്പോഴേക്കും നല്ല തണുപ്പാണ്. അതുകൊണ്ട് കോൾഡ് വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക, അധിക സമയം ഇടാതിരുന്നാൽ മതി. ഇത് ഞാൻ ഉപയോഗിക്കുമ്പോൾ 1 മണിക്കൂറൊക്കെ ഇട്ടിട്ടാണ് കഴുകിക്കളയുന്നത്. 2 മണിക്കൂർ വരെ പോയാലും കുഴപ്പമില്ല. പക്ഷേ അതിനപ്പുറത്തേക്കൊക്കെ പോയാൽ ചിലപ്പോൾ കോൾഡ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ നമ്മുടെ തലയ്ക്ക് നല്ല കുളിർമയായിരിക്കും. ഇത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ, ഓയിലൊന്നും ഇല്ലാത്ത ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യുക. നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നമുക്ക് പുരട്ടാം. എന്നിട്ട് ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട, വെറുതെ അങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ചില ആൾക്കാരൊക്കെ പറയാറില്ലേ, മുന്നിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ മുടി പോയിട്ട് നെറ്റി കയറി വരാറുള്ളത്. അങ്ങനെയുള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ജെല്ല്. പിന്നെ ഇത് ഡെയിലി ഹെയർ വാഷ് ചെയ്യാത്തവരാണെങ്കിൽ സ്കാൽപ്പ് നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കാനായിട്ട് ഇത് ചെറിയ അളവിൽ പുരട്ടാം. നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ ഡ്രൈ ഹെയറിൽ സ്കാൽപ്പിലും ഹെയറിലുമൊക്കെ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടി കൊഴിച്ചിലൊക്കെ മാറി നല്ല കട്ടിയുള്ള തിളക്കമേറിയ ഭംഗിയാർന്ന മുടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ഈ വീഡിയോ, ഈ ഹെയർ ജെൽ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാം വളരെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതേപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.